ഒരു പഴയ ശാസ്ത്രജ്ഞൻ ഒരു പ്രത്യേക ഹെൽമറ്റ് ഉണ്ടാക്കി അതിലേക്ക് 110 മീറ്റർ നീളമുള്ള ഒരു ഓക്സിജൻ ട്യൂബ് ഘടിപ്പിച്ചു. അദ്ദേഹത്തിന്റെ സഹായി ലോഞ്ചർ പൂർണ്ണ ശക്തിയിൽ സജ്ജമാക്കി ഒരാളെ അതിനുള്ളിൽ നിർത്തി. സ്വിച്ച് അമർത്തിയതും മനുഷ്യൻ ഒരു റോക്കറ്റ് പോലെ ആകാശത്തേക്ക് കുതിച്ചുയർന്നു. എന്നാൽ ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം അയാൾ ആകാശത്ത് വെച്ച് തണുത്തുറയുകയും ഭയങ്കരമായ അവസ്ഥയിൽ നേരെ നിലത്ത് പതിക്കുകയും ചെയ്തു. ശാസ്ത്രജ്ഞൻ പിന്മാറാൻ തയ്യാറായില്ല. 100-ലധികം ആളുകളെ അദ്ദേഹം അയച്ചു. ഓരോ തവണയും പരാജയമായിരുന്നു ഫലം. എന്നാൽ ഒടുവിൽ ചന്ദ്രനിലെത്താനുള്ള ശരിയായ മാർഗ്ഗം അദ്ദേഹം കണ്ടെത്തി. ഇത്തവണ അദ്ദേഹം തന്നെ സംരക്ഷണ സ്യൂട്ട് ധരിക്കുകയും ആവശ്യമെങ്കിൽ തിരികെ വലിക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു നീണ്ട ഗെയർ അരയിൽ കെട്ടുകയും ചെയ്തു. ഈ വിക്ഷേപണം വിജയിക്കുകയും അദ്ദേഹം ഒടുവിൽ ചന്ദ്രനിലെത്തുകയും ചെയ്തു. എന്നാൽ അവിടെ കണ്ട കാഴ്ച ഭയാനകമായിരുന്നു. അദ്ദേഹം മുമ്പ് അയച്ച എല്ലാ ആളുകളുടെയും മൃതദേഹങ്ങൾ ചന്ദ്രോപരിതലത്തിൽ ചിത്രീകരിക്കുന്നു. തന്റെ വിജയത്തിന് പിന്നിൽ എത്ര വലിയ ത്യാഗങ്ങളുണ്ടെന്ന് അദ്ദേഹം അപ്പോൾ മനസ്സിലാക്കി. അദ്ദേഹം മൃതദേഹങ്ങൾ ഒരു SOS സിഗ്നലായി ക്രമീകരിച്ചു ഒരു ഉപഗ്രഹത്തെ സഹായത്തിനായി വിളിക്കാൻ ശ്രമിച്ചു. അപ്പോഴേക്കും കയർ അദ്ദേഹത്തെ പിന്നോട്ട് വലിച്ചു. അദ്ദേഹം നേരെ ഒരു വനത്തിലേക്ക് വലിച്ചഴിക്കപ്പെട്ടു. അവിടെ അദ്ദേഹത്തിന്റെ സഹായി ഇതിനകം കാത്തിരുന്നുണ്ടായിരുന്നു. എന്നാൽ പെട്ടെന്ന് കാവൽ രാജാവ് പ്രത്യക്ഷപ്പെടുകയും ഒരു മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഇനി നിങ്ങളിത് ചെയ്താൽ അത് നിങ്ങളുടെ അവസാനത്തെ തെറ്റായിരിക്കും. ശാസ്ത്രജ്ഞൻ മൗനം പാലിച്ചു. പക്ഷേ ഒരു ചോദ്യം അദ്ദേഹത്തിന്റെ മനസ്സിലലട്ടി. മനുഷ്യരാശിയെ രക്ഷിക്കാൻ വേണ്ടിയാണെങ്കിൽ അപകടസാധ്യത എടുക്കുന്നത് തെറ്റാണോ?